നാരായണ 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 നാരായണ. പീതാംബരം കരവിരാജിതചക്രശംഖകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നൈമിഷാരണ്യത്തിലിരുന്ന് സൂതൻ ശൗനകാദികളായ മഹർഷിമാർക്ക് കഥ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. സൂതൻ ആദ്യം പറഞ്ഞു കൊടുത്തത് ആരുടെ കഥയായിരുന്നു? പാണ്ഡവന്മാരുടെ കഥ. പാണ്ഡവന്മാരുടെ പിൻഗാമിയാണ് പരീക്ഷിത്ത്. പരീക്ഷിത്ത് ഇന്നിപ്പോൾ ശാപഗ്രസ്തനായിരിക്കുന്നു. ഇന്നയ്ക്ക് 7-ാം ദിവസം തക്ഷകൻ കടിച്ചു മരിക്കട്ടെ എന്ന്. ശാപഗ്രസ്തനായ പരീക്ഷിത്ത് ഗംഗാനദീ തീരത്ത് വന്നിരുന്നു. അദ്ദേഹത്തിനെ അനുഗ്രഹിക്കാൻ എത്രയോ മഹർഷിമാർ അവിടെ എത്തിച്ചേർന്നു. അവസാനം വേദവ്യാസപുത്രനായ ശ്രീശുകനും. ശ്രീശുകനെ നമസ്കരിച്ചുകൊണ്ട് പരീക്ഷിത്ത് ചോദിച്ച ചോദ്യം എന്തായിരുന്നു? മരിച്ചുകൊണ്ടിരിക്കുന്നവൻ എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത്, എന്ത് കേൾക്കണം, എന്ത് കേൾക്കരുത്? ഈ ചോദ്യത്തിനെ അനുമോദിച്ചുകൊണ്ടാണ് ശ്രീശുകൻ സംസാരിക്കാൻ തുടങ്ങിയത്. മരിച്ചുകൊണ്ടിരിക്കുന്നവൻ എന്ത് ചെയ്യണം? ഭഗവാനെ ഭജിക്കണം, ഭഗവത് കഥകൾ കേൾക്കണം, ഭഗവാനെ ധ്യാനിക്കണം. വേദവ്യാസ മഹർഷിയുടെ ഒരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. അതിൻ്റെ പേരാണ് ഭാഗവതം എന്ന്. അത് ഞാൻ അങ്ങയെ കേൾപ്പിക്കാം എന്ന ആമുഖത്തോടു കൂടിയാണ് ശ്രീശുകൻ സംസാരിക്കാൻ തുടങ്ങിയത്. തുടർന്ന് പണ്ട് മൈത്രേയ മഹർഷിയും വിതുരനും തമ്മിൽ നടന്ന ഒരു സംവാദം അങ്ങനെ തന്നെ ഉദ്ധരിച്ച് ശ്രീശുകൻ പരീക്ഷത്തിനെ കേൾപ്പിച്ചു. അത് ഹരിദ്വാരത്തിൽ വെച്ചാണ് നടന്നത്. വിതുരൻ മൈത്രേയ മഹർഷിയെ സമീപിച്ചു. അപ്പോൾ ഇവിടെ 3 വക്താക്കളെയും 3 ശ്രോതാക്കളെയും കാണാം. ആദ്യം നടന്ന സംവാദം എവിടെ വെച്ചായിരുന്നു? ഹരിദ്വാരത്തിൽ വെച്ച് മൈത്രേയ മഹർഷിയും വിതുരനും തമ്മിൽ നടന്ന സംവാദം. ഈ സംവാദത്തിനെ ഉദ്ധരിച്ചുകൊണ്ടാണ് പിന്നീട് ഗംഗാനദീ തീരത്തിരുന്ന് ശ്രീശുകൻ പരീക്ഷത്തിനെ കേൾപ്പിക്കുന്നത്. ഇതേ കാര്യം തന്നെയാണ് പിന്നീട് നൈമിഷാരണ്യത്തിലിരുന്ന് സൂതൻ ശൗനകാദി മഹർഷിമാരോടും പറയണത്. പറയുന്ന വിഷയങ്ങളൊന്നു തന്നെ, പറയുന്ന വാക്കുകളും ഒന്ന് തന്നെ. മൈത്രേയ മഹർഷിയുടെ വാക്കിനെ ഉദ്ധരിച്ചുകൊണ്ട് ശ്രീശുകൻ സംസാരിക്കുന്നു, ശ്രീശുകൻ്റെ വാക്കിനെ ഉദ്ധരിച്ചുകൊണ്ട് സൂതൻ സംസാരിക്കുന്നു. അപ്പോൾ എന്ത് പറഞ്ഞുകൊണ്ടാണ് വിതുരൻ മൈത്രേയനെ സമീപിച്ചത്? എനിക്ക് ഭഗവത് കഥകൾ പറഞ്ഞു തരൂ എന്നാവശ്യപ്പെട്ടുകൊണ്ട്. എങ്ങനെയൊക്കെയാണ് ഭഗവാൻ ഈ പ്രപഞ്ചത്തിനെ സൃഷ്ടിച്ചത്, സൃഷ്ടിയുടെ കഥ പറഞ്ഞു തരണം എന്നാണ് ആവശ്യം. തുടർന്ന് മൈത്രേയ മഹർഷി സൃഷ്ടിയുടെ കഥ പറയാൻ തുടങ്ങി. ഭഗവാന്റെ നിർദ്ദേശപ്രകാരം ബ്രഹ്മാവ് പല ജീവജാലങ്ങളെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞു. അവസാനം മനുഷ്യനെ സൃഷ്ടിച്ച കഥയും പറഞ്ഞു. ആ ആദിമ മനുഷ്യനായ സ്വയംഭുവൻ ഭൂമിയിലേക്ക് പുറപ്പെട്ടു. അപ്പോൾ ഭൂമി കാണാനില്ല, വെള്ളത്തിൽ ആണ്ടുപോയിരിക്കുകയായിരുന്നു. ആ നേരത്ത് ഭഗവാൻ ബ്രഹ്മാവിൻ്റെ മൂക്കിൽ നിന്ന് വരാഹമൂർത്തിയായി അവതരിച്ചു എന്നും ഭൂമിയെ ഉദ്ധരിക്കാൻ തുടങ്ങി എന്നും ഇടയ്ക്ക് വെച്ച് ഹിരണ്യാക്ഷൻ എന്ന അസുരൻ തടഞ്ഞു നിർത്താൻ വന്നു എന്നും അപ്പോൾ ഹിരണ്യാക്ഷനെ വധിച്ചു എന്നൊക്കെയുള്ള കഥ ചുരുക്കത്തിൽ പറഞ്ഞു കേൾപ്പിച്ചു. കഥ കേട്ടുകൊണ്ടിരുന്ന വിതുരന് തൃപ്തിയായില്ല. ആരാണ് ഹിരണ്യാക്ഷൻ എന്ന് വിതുരൻ ചോദിച്ചു. അങ്ങനെ ഹിരണ്യാക്ഷൻ്റെ കഥ വിസ്തരിക്കാൻ തുടങ്ങി. അത് ഹിരണ്യാക്ഷൻ്റെ കഥ കേൾക്കാൻ വേണ്ടിയായിരുന്നില്ല, ഹിരണ്യാക്ഷനെ വധിച്ച വരാഹമൂർത്തിയുടെ കഥ ഒന്നും കൂടി കേൾക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടായിരുന്നു. ഭഗവാന്റെ ലോകത്തിൽ നിന്ന് വന്ന ഒരാളാണ് ഈ ഹിരണ്യാക്ഷൻ. സനകാദി മഹർഷിമാരുടെ ശാപത്തിന് പാത്രീഭവിച്ചു ജയവിജയന്മാരാകുന്ന ഭഗവത് പാരിഷദന്മാർ. ഭഗവാൻ അവർക്ക് ഉറപ്പ് കൊടുത്തു, നിങ്ങൾക്ക് 3 പ്രാവശ്യം ജനിക്കേണ്ടി വരുള്ളൂ. നിങ്ങളിവിടുന്ന് പോയാൽ എന്നെ മറക്കേണ്ടാവില്ല, ക്രോധത്തോടു കൂടിയിട്ടാവും എന്നെ സ്മരിക്കേണ്ടാവുക. പക്ഷെ നല്ല തീവ്രമായ ക്രോധം ഉള്ളതുകൊണ്ട് എപ്പോഴും നിങ്ങൾക്ക് എന്നെ സ്മരിക്കാൻ ഇടവരും. എന്നെ സ്മരിക്കുന്നതിൻ്റെ നൈരന്തര്യം, അതിൻ്റെ തീവ്രത അവസാനം എന്നിലേക്ക് തന്നെ നിങ്ങൾ എത്തിച്ചേരാൻ ഇടയാക്കി തീർക്കും. യാത്രയായിക്കോളൂ എന്ന് അനുഗ്രഹിച്ചുകൊണ്ടാണ് ഭഗവാൻ അവിടെ നിന്ന് പറഞ്ഞയച്ചത്. അങ്ങനെ ആ 2 പേരും നേരെ ദിതിയുടെ ഗർഭപാത്രത്തിലേക്കാണ് ചെന്നത്. യഥാകാലം ദിതി പ്രസവിച്ചു. അങ്ങനെ ഹിരണ്യകശിപു, ഹിരണ്യാക്ഷൻ എന്ന 2 അസുര വീരന്മാർ. അനുജനായ ഹിരണ്യാക്ഷൻ ദിഗ്ജയത്തിനായിട്ട് പുറപ്പെട്ടു. ഭൂമി കുലുക്കിക്കൊണ്ട് ഗതയും കയ്യിലെടുത്തുകൊണ്ടുള്ള വരവ് കണ്ടാൽ തന്നെ ആളുകൾ പേടിച്ചോടും. ആരോടെങ്കിലുമൊക്കെ യുദ്ധം ചെയ്യണമെന്നുണ്ട്, പക്ഷേ എതിരിട്ട് നിൽക്കാൻ ധൈര്യമുള്ളവരാരും ഉണ്ടായിരുന്നില്ല.
വരുണലോകത്തിൽ ചെന്നു. എന്നിട്ട് ചോദിച്ചു വരുണനോട്, അങ്ങ് പണ്ട് രാജസൂയം എന്ന യജ്ഞം ചെയ്തിട്ടില്ലേ? എതിർത്ത് വരുന്നവരെ മുഴുവനും യുദ്ധത്തിൽ ജയിക്കണം, അങ്ങനെയുള്ളവർക്ക് രാജസൂയം ചെയ്യാൻ അർഹതയുള്ളൂ. എന്നെ ജയിച്ചിട്ടില്ല, അതുകൊണ്ട് വരൂ, നമുക്കൊരു കൈ നോക്കാം. വരുണൻ അപ്പം പറഞ്ഞു, പണ്ടായിരുന്നെങ്കിൽ ഒരു കൈ ഞാൻ നോക്കിയേനെ. ഇപ്പം ഞാൻ ആയുധമൊക്കെ താഴെ വെച്ച് ഉപശമം ശീലിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്. തന്നോട് യുദ്ധം ചെയ്യാൻ കഴിവ് ഒരാൾക്ക് മാത്രമേ ഉള്ളൂ. ആ ആൾ പണ്ട് തന്നെ ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. ആ ആൾക്ക് പേര് വിഷ്ണു പുരുഷോത്തമൻ എന്നൊക്കെയാണ്. അദ്ദേഹത്തിനോട് യുദ്ധം ചെയ്താൽ തൻ്റെ ഈ അഹങ്കാരം തീരും. തൻ്റെ ഈ ശരീരം തിന്നാൻ കുറുനരികളും കുറുക്കന്മാരും കാത്തിരിക്കും. ഹിരണ്യാക്ഷൻ അവിടുന്ന് വന്നു. പല ദിക്കിലും അന്വേഷിച്ചു, വിഷ്ണു പുരുഷോത്തമൻ എന്നൊക്കെ പേരുള്ള ആൾ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് പലരോടും ചോദിച്ചു നോക്കി. കണ്ടവരാരുമില്ല. ആരോടെങ്കിലും തല്ലം വൈകി കൈത്തരിപ്പ് അങ്ങോട്ട് സഹിക്കണില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു രസത്തിന് സമുദ്രത്തിലേക്ക് അങ്ങോട്ട് ഇറങ്ങിയിരുന്നു. തിരമാലകൾ ഇങ്ങനെ വന്നു. ആ തിരമാലയിൽ ഇങ്ങനെ തല്ലിയാണ് അത്ര കൈത്തരിപ്പ് തീർത്തത്. അങ്ങനെ രസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിനിടയ്ക്ക് നാരദ മഹർഷി ആ വഴിക്ക് പോണത് കണ്ടു. അദ്ദേഹത്തിനോട് ചോദിച്ചു, അങ്ങ് കണ്ടിട്ടുണ്ടോ വിഷ്ണു പുരുഷോത്തമൻ എന്നൊക്കെ പേരുള്ള ആളെ? ഓഹോ എന്ന് പറഞ്ഞു നാരദൻ. എവിടെയാ? ദേ നാരദൻ ചൂണ്ടിക്കാണിച്ചു. ഈ സമയത്താണ് വരാഹമൂർത്തി ഭൂമിയെ തേറ്റയിൽ വെച്ച് ഉയരാൻ തുടങ്ങിയത്. ഹിരണ്യാക്ഷൻ തിരിഞ്ഞു നോക്കി. വിഷ്ണു എന്ന് പറഞ്ഞാൽ കയ്യിൽ ആയുധം പിടിച്ചിട്ടുള്ള ഒരു നല്ല യോദ്ധാവ് എന്നായിരുന്നു ഹിരണ്യാക്ഷൻ്റെ സങ്കല്പം. നോക്കിയപ്പോൾ കണ്ടത് വനഗോചരവും കാട്ടിൽ കിടക്കുന്നൊരു മൃഗമാണല്ലോ. അങ്ങോട്ട് പരിഹസിച്ചു അസുരൻ. ഭഗവാൻ ഇങ്ങോട്ടും പരിഹസിച്ചു. അസുരൻ അങ്ങോട്ട് ശകാരിച്ചു, ഭഗവാൻ ഇങ്ങോട്ട് ശകാരിച്ചു. അസുരൻ അങ്ങോട്ട് ആയുധം പ്രയോഗിച്ചു, ഭഗവാൻ ഇങ്ങോട്ടും ആയുധം പ്രയോഗിച്ചു. പിന്നെ അത് ഭയങ്കരമായ യുദ്ധമായിട്ട് അങ്ങോട്ട് മാറി. ആകാശത്തിൽ ദേവന്മാരൊക്കെ നോക്കിക്കൊണ്ട് നിന്നു. വരാഹമൂർത്തിയും ഹിരണ്യാക്ഷനും തമ്മിൽ നടത്തിയ ആ യുദ്ധം കണ്ടുകൊണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഭഗവാന് തോന്നി ഇനി ഇത് നിർത്താം എന്ന്. കൈ പരത്തിയിട്ട് ചെവിടുത്തൊരടി അങ്ങോട്ട് കൊടുത്തു. അതോടുകൂടി ഹിരണ്യാക്ഷൻ മറിഞ്ഞു വീണു. ആ അസുരൻ്റെ മുമ്പിൽ വരാഹമൂർത്തി ചെന്നുക നിന്നു. അങ്ങനെ ഭഗവാനെ കേശാദിപാദം കണ്ടുകൊണ്ട് ആ അസുരൻ കണ്ണടച്ചു. അത് കണ്ടപ്പോൾ ദേവന്മാർക്ക് അത്ഭുതം തോന്നി. യം യോഗിനോ യോഗസമാധിന, വലിയ യോഗീശ്വരന്മാർ ആഗ്രഹിക്കാറുണ്ട് ജീവിതത്തിൻ്റെ അവസാന സമയത്ത് ഭഗവാനെ നേരിട്ട് കാണാൻ സാധിക്കണം എന്ന്. പലപ്പോഴും യോഗികൾക്ക് പോലും അത് സാധിക്കാറില്ല. പക്ഷേ ഈ അസുരന് അത് സാധിച്ചിരിക്കുന്നു. അപ്പോൾ എപ്പോഴാണ് ആർക്കാണ് ഏത് തരം ഗതിയാണ് കിട്ടുക എന്നൊന്നും ആർക്കും മുൻകൂട്ടി പറയാൻ പറ്റില്ല. എല്ലാം ഭഗവാന്റെ സങ്കല്പം മാത്രം. വരാഹമൂർത്തി ഭൂമിയെ ഉദ്ധരിച്ചു കൊണ്ടുവന്ന സമയത്ത് മഹർഷിമാരെല്ലാം ആ ഭഗവാന്റെ മുമ്പിൽ വീണ് നമസ്കരിച്ചു. ഭഗവാൻ തൻ്റെ ശരീരം ഒന്നങ്ങോട്ട് കുടഞ്ഞു. ഭഗവാന്റെ മേൽ നിന്ന് ഈ മഹർഷിമാരുടെ മേൽ വെള്ളം വീണു. അതുകൊണ്ട് അവർ വിളിച്ചു പറഞ്ഞു, അവിടുന്ന് തീർത്ഥം തളിച്ച് ഞങ്ങളെയൊക്കെ ശുദ്ധീകരിച്ചിരിക്കുന്നു. ഇപ്പോൾ ഇങ്ങനൊരാപത്ത് വന്ന സമയത്ത് രക്ഷിക്കാൻ അവിടുന്ന് വന്നു. ഇനി എപ്പോഴാണ്, എങ്ങനെയാണ്, ആരിൽ നിന്നാണ് ആപത്ത് വരിക എന്നറിഞ്ഞുകൂടാ. ഏതൊക്കെ ആപത്തുകൾ എങ്ങനെയൊക്കെ വന്നാലും എല്ലാ സമയത്തും അവിടുന്ന് രക്ഷിതാവായിട്ടുണ്ടാവണേ. വിശ്വം സമസ്തം ഭഗവൻ വിധേഹിശം, ലോകത്തിൽ സമസ്ത ജീവജാലങ്ങൾക്കും അവിടുന്ന് സുഖം ഉണ്ടാക്കി കൊടുക്കണേ എന്ന് നല്ലോണം പ്രാർത്ഥിച്ചു. ഇങ്ങനെ വേണം പ്രാർത്ഥിക്കാൻ. സ്തുതി കേട്ട് ഭഗവാൻ സന്തോഷിച്ചു. തൻ്റെ കരുണാകടാക്ഷങ്ങളെ കൊണ്ട് ആ മഹർഷിമാരെയും ദേവന്മാരെയും ഒക്കെ അനുഗ്രഹിച്ചു. ഭൂമിയെ പഴയ സ്ഥാനത്ത് തന്നെ ഉറപ്പിച്ചു. തൻ്റെ വരാഹ വേഷം ഭഗവാൻ അഴിച്ചുവെക്കുകയും ചെയ്തു. ഇങ്ങനെയുള്ള ആ വരാഹാവതാര കഥ പതിവായി അനുസ്മരിച്ചാൽ എന്താണ് ഒരു ഫലശ്രുതി? അതോ നാരായണ ഒന്തേകതിരംഗ ശൃണ്വതാം, ജീവിതത്തിൻ്റെ അവസാന സമയത്ത് ഭഗവാനെ സ്മരിക്കാൻ സാധിക്കും എന്ന്. ഭഗവാനെ അവസാന സമയത്ത് സ്മരിച്ചാൽ എന്താണ് ഫലം? അതോ പിന്നെ ആൾക്ക് ജന്മം ഉണ്ടാവില്ല എന്ന് തന്നെ. എന്തോർത്താണോ മരിക്കണത് അതായി ജനിക്കും എന്നാണ് ശാസ്ത്രം പറയണത്. അപ്പോൾ ഭഗവാനെ സ്മരിച്ചുകൊണ്ടാണ് ജീവിതം അവസാനിക്കണതെങ്കിൽ അയാൾ ഭഗവന്മയനായി തീരും എന്നർത്ഥം. അതോടുകൂടി അയാളുടെ സംസാരഗതി തന്നെ അവസാനിക്കും. ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിൽ ഞാൻ സ്മരിച്ചോളാം എന്ന് ഇപ്പോൾ നമ്മൾ പറയുന്നതിന് വല്ല അർത്ഥമുണ്ടോ? ഇല്ല. തത്സമയത്ത് ഭഗവാനെ ഓർമ്മ വരാറാവണമെങ്കിൽ എന്ത് ചെയ്യണം? സൗഭാഗ്യവും സമ്പത്തും ആരോഗ്യവും ഒക്കെ ഉള്ള കാലത്ത് തന്നെ ഭഗവാനെ സ്മരിച്ച് ഭഗവത് കഥകൾ കേട്ട് അങ്ങനെയൊക്കെ ശീലിക്കണം. എങ്കിലേ ആവശ്യമുള്ള സമയത്ത് ഭഗവാനെ ഓർമ്മ വരുള്ളൂ. മഹാത്മാഗാന്ധിയുടെ മാറിടത്തിൽ
വെടിയുണ്ടിനങ്ങോട്ട് കൊണ്ടപ്പോൾ പെട്ടെന്ന് അദ്ദേഹം ഉച്ചരിച്ചത് എന്തായിരുന്നു? ഹരേ റാം ഹരേ റാം എന്ന്. എന്തുകൊണ്ട് ആ സമയത്ത് അദ്ദേഹത്തിന് ഈ നാമം ജപിക്കാൻ സാധിച്ചു? അദ്ദേഹം അത് നിർവ്യാജമായും ആത്മാർത്ഥമായും ജപിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ടാണ് തത്സമയത്ത് ഓർമ്മ വന്നത്. നമുക്കും ആവശ്യമുള്ള സമയത്ത് ഭഗവാനെ സ്മരിക്കാൻ സാധിക്കണം. ഇന്ന് ഭഗവാന്റെ സന്നിധിയിൽ വെച്ച് വരാഹാവതാര കഥ നമ്മൾ സ്മരിച്ചു. നമുക്കും ആവശ്യമുള്ള സമയത്ത് ഭഗവാനെ സ്മരിക്കാൻ വേണ്ടുന്ന ഒരു ഓർമ്മ സ്മൃതി നമുക്കുണ്ടാവണം. അതിന് ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത കഥയിലേക്ക് കിടക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.